വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പക്വത എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച ഒരു ചിത്രം. ലോകാരാധ്യനായിട്ടുള്ള ഈ ലോകത്തിലെ ഭാരതത്തിനെ കൃത്യമായി അവതരിപ്പിച്ച, ഭാരതത്തിലെ സനാതന സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത സ്വാമി വിവേകാനന്ദനെ വളരെ നിന്ദ്യവും നീചവുമായ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനെ ആരാണ് തെരുവ് ഗുണ്ടയുടെ ശൈലിയിൽ കാല് പൊക്കിക്കൊണ്ട് മറ്റൊരു സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ മുഖത്തേക്ക് തൊഴിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പോലും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ചുകൊണ്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി കേരള സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഹിന്ദുവിനെതിരെ എന്തും പറയാം, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ബാക്കി മതങ്ങൾക്കെതിരെ യാതൊന്നും പറയില്ല, കാരണം പേടിയാണ്. പേടി എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അപ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ കൈയും കാണത്തില്ല, കാലും കാണത്തില്ല. നമുക്കറിയാം, ഒരു കോളേജ് അധ്യാപകൻ ജോസഫ് മാഷ എന്ന് പറയുന്ന അധ്യാപകൻ, അദ്ദേഹം മലയാളം പരീക്ഷാ പേപ്പറിൽ തയ്യാറാക്കിയ ഒരു ചോദ്യത്തില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന എത്രയോ പേരുകളുണ്ട് രാജ്യത്തും ലോകത്തുമുള്ള എത്രയോ ആൾക്കാർക്കുണ്ട്. മുഹമ്മദ് എന്നൊരു പേര് ഉപയോഗിച്ചതിന് ആ മനുഷ്യനെ എത്ര വൃത്തികെട്ട രീതിയിൽ നിന്ദ്യമായിട്ട് നീചമായിട്ട് കൈയും കാലും ഒക്കെ വെട്ടിക്കളഞ്ഞൊരു ഭീകരമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് കാണണം. അതേപോലെ തന്നെയാണ് ലോകത്ത് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒരു ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയില് പ്രവാചകന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം വരച്ച് ഒരു കാർട്ടൂൺ വരച്ചതിന് അവിടത്തേക്ക് കയറി ആ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും കൊന്ന ഒരു കഥയും നമ്മുടെ മുമ്പിലുണ്ട്. ഹിന്ദുവിനെതിരെ ഏത് രീതിയിലും പ്രതികരിക്കാം. ഇവിടെ ഹിന്ദു ഒന്നും മിണ്ടില്ല. ഹിന്ദുവിന് അതിനുള്ള കഴിവും ആർജവും ഇല്ല എന്നുള്ള തന്റെ ഇടമാണ് ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒന്നും രണ്ടുമല്ല, എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 7-8 മാസക്കാലം കൊണ്ട് തന്നെ കേരളത്തിലെ ഹിന്ദുത്വത്തിനെ അപമാനിക്കുന്ന നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിഷുദിനം നേരത്തെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിഷുദിനം ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ബഹുമാനിതനായിട്ടുള്ള ഹൈന്ദവ ദൈവസങ്കല്പമാണ് ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണനെ നിന്ദ്യമായ രീതിയിൽ ചേർത്തലയിലെ ഒരു മന്തിക്കടയുടെ പരസ്യത്തിൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ മാധ്യമങ്ങളും അതിന്റെ ഉടമയും പറഞ്ഞത് എന്താണ്? ഇതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒരു ഡിജിറ്റൽ ഇമേജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, എഐയോട് പറഞ്ഞപ്പോൾ എഐ ഉണ്ടാക്കി കൊടുത്ത ഒരു ഇമേജാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. അല്ല, ദിനംപ്രതി ആ വിഷു ദിവസം തന്നെ തിരുവനന്തപുരത്ത്, മട്ടാഞ്ചേരിയില്, തൃശൂര്, കോഴിക്കോട്, അങ്ങ് ബാംഗ്ലൂർ വരെ 8-9 സ്ഥലങ്ങളില് സമാന സാഹചര്യത്തില് ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദ്യവും നീചവുമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ ആശംസാ കാർഡുകൾ പുറത്തിറങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് ആസൂത്രിതമാണ്. ഇത് കൃത്യമായ അജണ്ട ഇതിന്റെ പുറകെ ഉണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിലും അതേപോലെ തന്നെയാണ്. ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ നിന്ദ്യമായ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വിശേഷിപ്പിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. എത്ര മോശമായ രീതിയിൽ. ഇന്നലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, ബിഗ് ടിവി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വേണു എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഹിന്ദു സ്ത്രീകള് അമ്പലത്തിൽ തിന്നു കൊഴുത്ത് കിടക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. രാവിലെ അമ്പലത്തിൽ പോകുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, 11 മണിക്ക് ചായ കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഉണ്ണുന്നു, 4 മണിക്ക് കാപ്പി കുടിക്കുന്നു, രാത്രിയിൽ ആഹാരം കഴിക്കുന്നു, ടൂർ പോകുന്നു, തീർത്ഥാടനം എന്ന് പറഞ്ഞ പേരില് ഇത് ഒരു ഹിന്ദുത്വ അജണ്ടയാണെന്നാണ് അയാൾ പറഞ്ഞത്. ഈ വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ്. നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അമ്പലങ്ങളുടെ സ്വത്തുക്കളെ പറ്റി അന്വേഷിക്കണമെന്നും അയാൾ ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ബിഗ് ടിവിയുടെ. ഇതേപോലെ തന്നെ നിരവധി ഉദാഹരണങ്ങൾ. MF ഹുസൈൻ സരസ്വതി ദേവിയെ നഗ്നമായി ചിത്രീകരിച്ചു, ആരും പ്രതികരിച്ചില്ല. ഹരീഷ് എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയായ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന് മീശ എന്ന് പറയുന്ന നോവലില് ഹിന്ദു സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചു. സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമാണ്. ആ ഏകപക്ഷീയമായിട്ടുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട സാധാരണക്കാരായ ഹിന്ദുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു പൂർണ്ണമായ വിരാട് രൂപമൊന്നുമല്ല ഇത്. കാരണം അവർക്കറിയാം, ഹിന്ദുക്കൾ എല്ലാവരും മതേതരത്വവാദികളാണ്. ഇവിടെ ശരി പറയുന്നവനൊക്കെ തന്നെ സംഘികളായി മുദ്രകുത്തപ്പെടുന്നു. സത്യം പറയുന്നവൻ, ഹിന്ദുവിന് വേണ്ടി പ്രതികരിക്കുന്നവനെ സംഘി എന്ന മുദ്രയും ചാപ്പയും കുത്തിവിടുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അഭിനയമാണ്. മതേതരത്വമാണ് ഞങ്ങൾക്ക് വലുത്. ആ മതേതരത്വത്തിന്റെ മുഖംമൂടിയാണ്. നിങ്ങൾ നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വസിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം, എത്രയോ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആചാര ലംഘനങ്ങളുടെ തുടർ കഥകളാണ്. ഈ തുടർക്കഥകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല. ഇവിടെ നമ്മൾ ഈ പരിപാടി ഈ ഹരീഷിനെതിരെ നടത്തിയത് കൊണ്ടൊന്നും ഇത് അവസാനിക്കത്തില്ല. ആസൂത്രിതമായ ശ്രമം ഹിന്ദുത്വത്തിനെതിരെ നടക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകണം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രിയപ്പെട്ട അനുജന്മാരാണ് നിൽക്കുന്ന എല്ലാവരും തന്നെ.
അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളൊരു പരാതി കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു പരാതിയെപ്പറ്റി ഞാൻ തന്നെ കേരള പോലീസിന് മുമ്പാകെ നിരവധിയായ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഇവിടെ കൊണ്ട് നടത്തി ഗോവിന്ദൻ മാസ്റ്ററും ശിവൻകുട്ടിയും റഹീമും ഉൾപ്പെടെയുള്ള കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു മൈനറായ പെൺകുട്ടിയുടെ കല്യാണം നടത്തി മാർച്ച് മാസം 11-ാം തീയതി. തൊട്ടടുത്ത ദിവസം ഞാൻ കേരളത്തിലെ DGP-ക്ക് ഓൺലൈനായിട്ട് ഇമെയിലായിട്ട് പരാതി കൊടുത്തു. നാളിതുവരെ ഒരു അന്വേഷണവുമില്ല. കൃത്യമായ രേഖ വെച്ചാണ് കൊടുത്തത്. ആ പെൺകുട്ടി മൈനറാണ് എന്ന് പറഞ്ഞ് കൃത്യമായ രേഖ വെച്ച് കൊടുത്തു. പരാതി സ്വീകരിച്ച പാടേയില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി മാസം 21-ാം തീയതി കേരളത്തില് നവകേരളം ലോട്ടറിയുടെ ടിക്കറ്റ് അടിച്ചിറക്കിയ കേരള സംസ്ഥാന സർക്കാർ ആ ടിക്കറ്റില് ഹിന്ദു ബിംബമായിട്ടുള്ള ശിവലിംഗത്തിലെ മുകളിലെ കാർത്തവരക്ത വിറ്റിറ്റ് വീഴുന്ന ചിത്രീകരണം, അതും ആവിഷ്കാര സ്വാതന്ത്ര്യം. അതിനെതിരെ പരാതി കൊടുത്തു. നാളിതുവരെ കേസെടുത്തിട്ടില്ല. ഒരു പരാതി കൊടുത്താൽ പോലും അന്വേഷിക്കത്തില്ല. ഈ മന്തി വിഷയം നമ്മൾ നോക്കൂ. മന്തിക്കടക്കാരനെതിരെ ചേർത്തല പോലീസ് സമ്മർദ്ദം കൊണ്ട് കേസെടുത്തു. പക്ഷേ ആ കേസ് പ്രതികരിച്ചവർക്കെതിരെയും എടുത്തിരിക്കുകയാണ്, അതേ വകുപ്പിട്ടുകൊണ്ട്. എന്താ കാര്യം? കുറ്റം ചെയ്തവന് തലോടലും അതിനെതിരെ പ്രതികരിച്ചവന് തല്ലും എന്ന രീതിയിലേക്ക് കേരള പോലീസ് മാറി. കാരണം അവരുടെ കുറ്റമല്ലത്. അവരെ അപ്രകാരം സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രതികരിക്കുന്നവരെ മാളിലിട്ട് ഇടിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ടായി. ഇവർ സാധുക്കളാണ്. അവർക്ക് അപ്രകാരം കുടുംബവും പശ്ചാത്തലവും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് ഇടികൊള്ളാൻ പേടിയാണ്, പ്രതികരിക്കാൻ പേടിയാണ്, കേസെടുക്കാൻ പേടിയാണ്. കേസെടുത്തു പോയാൽ അവരുടെ അടിവസ്ത്രത്തിന്റെ നിറം കാവ്യാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം അത്രമാത്രം പോലീസിന്റെ ഭാഗത്തുനിന്നും ദുരുത്തരവാദം എന്ന് പറയാൻ സാധിക്കത്തില്ല. അവരുടെ സംബന്ധിച്ച് നിസ്സംഗ അവസ്ഥയാണ് അവർക്കുള്ളത്. അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേസേ എടുക്കരുത്. കേരളത്തിൽ ഞങ്ങൾ തരുന്നതിന് ഒരു കേസും എടുക്കരുത്. കേസ് എടുത്തുപോയാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഞങ്ങൾക്ക് UP-യിൽ കേസ് കൊടുക്കാം, മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കേസ് കൊടുക്കാം. IT ആക്ട് പ്രകാരമാണ് ഒഫൻസ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഒരു നിന്ദ്യമായ ചിത്രീകരണം നടത്തിയാൽ ആ പ്ലേസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഒന്നുമില്ല. ഈ രാജ്യത്ത് ലോകത്ത് എവിടെ കണ്ടാലും അവിടെയൊക്കെ കേസ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. UP-യിൽ കേസ് കൊടുക്കാം. രാജീവിന് സുഖവാസമായിട്ട് കുറെ UP-യിൽ കയറിയിറങ്ങാനുള്ള അവസരം കൂടെ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. രാജീവിന് മാത്രമല്ല, SV ജ്യോതി എന്ന പേരില് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഈ രാജീവ് മണ്ടനാണ്. അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്തത്, എന്നെ ജ്യോതിയാ സഹായിച്ചത്, അയാളേത് ഞാനെടുത്ത് അങ്ങോട്ട് തള്ളിയതേ ഉള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ആ മാപ്പപേക്ഷയിൽ ഇതേ ചിത്രം വീണ്ടും ഇട്ടിരിക്കുകയാണ്. ഇതേ ചിത്രം. അതാണ് പറഞ്ഞത്, ഇയാൾ ബാലരമയുടെ പത്രാധിപരായിട്ടിരിക്കാൻ സർവ്വയോഗ്യനായിരുന്നു. കുട്ടികളെക്കാൾ മാനസിക വളർച്ചയില്ലാത്ത ഒരു വ്യക്തി, കുട്ടികളുടെ അത്രയും പോലും മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും വികാസമില്ലാത്ത ഒരു തടിമാടൻ. അതിനപ്പുറം അദ്ദേഹത്തിന് യാതൊരു വിശേഷ പദവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ കേസുകൾ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഇവിടെ എടുത്ത് UP-യിൽ എടുത്താൽ ചിലപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഒരിടത്തോട്ട് കേസ് മാറ്റാൻ പറഞ്ഞാൽ വീണ്ടും കേസ് കേരളത്തിലോട്ട് വരും. അത് വേണ്ട, അവിടോട്ട് പോട്ടവര്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിക്കുക. ഞങ്ങളോടൊപ്പം നിയമത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം കൂടി കുറച്ചെങ്കിലും കുറച്ച് 50% നീതി നിങ്ങൾ പുലർത്തുമെന്ന് വിശ്വസിക്കുകയാണ്. വളരെ സമാധാനപരമായിട്ടാണ് ഈ യോഗം ഇവിടെ നടക്കുന്നത്. രാജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെയല്ല ഇത്. രാജീവ് ഒന്നുമല്ല, ഒരു പ്രാദേശിക ചരിത്രകാരൻ, ബാലരമയുടെ ഏതോ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനപ്പുറം അയാൾക്ക് യാതൊരു ഒരു വളർച്ച ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. പക്ഷേ ഒരു രാജീവല്ല, 2 രാജീവല്ല, 100,000 രാജീവന്മാർ ഈ സംസ്കാരത്തിനെ തകർക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കെതിരെ ഹിന്ദുവിന്റെ മണ്ടയ്ക്കോട്ട് കടന്നു കയറുന്നൊന്ന് കുറയ്ക്കണേ എന്ന് മാത്രം ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിനുവേണ്ടി ഈ കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാരെങ്കിലും വന്നല്ലോ. വളരെ ചെറിയൊരു ഷോർട്ട് നോട്ടീസിൽ നടത്തിയ പരിപാടിയാണ്. വളരെ സന്തോഷം. ഈ പരിപാടി സമാധാനപരമായി പൂർത്തിയാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് സഹകരിച്ചതിന് നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മാർച്ച് ഇവിടെ പര്യാവസാന പ്രഖ്യാപിക്കുന്നു. പങ്കെടുത്തു